സഭാപ്രസംഗി 1-ാം അധ്യായത്തിൽ പറയുന്നു, സൂര്യന് കീഴെ ഒന്നും പുതിയതില്ല, എല്ലാം പഴയത് തന്നെ. എന്നാൽ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതിയതായിരുന്നു. ഒറ്റവാക്ക് ഇങ്ങനെ പറയാം, സൂര്യൻ്റെ കീഴെ ഒന്നും പുതിയതില്ല, എന്നാൽ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ കീഴെ എല്ലാം പുതിയതാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം, അതിനെക്കുറിച്ച് യോഹന്നാൻ 1-ൽ പറയുന്ന ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ആ സൂര്യപ്രകാശത്തിൻ്റെ കീഴെ സമൃദ്ധിയുടെ മേൽ സമൃദ്ധി, സൗഖ്യത്തിൻ്റെ മേൽ സൗഖ്യവും, സമാധാനത്തിൻ്റെ മീതെ സമാധാനം, ആനന്ദ നദി, പറഞ്ഞു തീരാത്ത സന്തോഷം, വർണ്ണിക്കാൻ കഴിയാത്ത ആനന്ദം, ഇതെല്ലാം ഈ സൂര്യൻ്റെ കീഴെയുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. കർത്താവിലേക്ക് നമുക്ക് തിരിയാം. ഈ പുതിയ ദിവസങ്ങളിൽ, പുതിയ വർഷത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും കൂടുതൽ അനുഗ്രഹങ്ങളെ നമുക്ക് പിടിക്കാം. ഈ മാസം തീരുന്നതിനുള്ളിൽ തന്നെ വലിയ അഭിവൃദ്ധികളെ നമുക്ക് പ്രാപിച്ചെടുക്കാം. യേശുവിൻ്റെ സന്നിധിയിൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് ഇരുന്നത് പോലെ നമുക്ക് ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവിനെ പാടി ആരാധിക്കാം. യേശുവേ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോധനകൾ ഏറിയാലും യേശു രക്ഷകനെന്നെ താങ്ങും തണലുമാ, അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കൂ,
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15 നമ്മൾ വായിച്ചു. പിതാവേ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അവർ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ കാത്തുകൊള്ളുവാൻ നാം ദൈവത്തോട് അപേക്ഷിക്കണം. യേശു പഠിപ്പിച്ചു നമ്മെ. മറ്റുള്ളവർക്ക് കാവലേൽപ്പിക്കണം. നമ്മൾ ദേശത്തിന് കാവലേൽപ്പിക്കണം. അമേരിക്കൻ പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കാവലേൽപ്പിച്ചു. കാരണം അദ്ദേഹത്തെ കൊല്ലുവാൻ വെടിവെച്ചതാണ്. അതിൽ നിന്ന് അദ്ദേഹം മുടിനാരിഴയ്ക്ക് പുറത്തു വന്നു. അദ്ദേഹം ദൈവരാജ്യത്തിൽ വളരെ ഫലമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ദൈവവചനത്തിന് വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ല ഭരണമുണ്ടാകട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ഭരണങ്ങളും ഉണ്ടാകാൻ ഇവരാരും ശത്രുവിൻ്റെ കയ്യിൽ പെടരുത്. അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ കാവലേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. രാജ്യങ്ങൾക്ക് കാവലേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അധികാരികൾക്ക് കാവല് വേണം. ബ്ലാക്ക് കാറ്റ്സ് പോരാ, വൈറ്റ് ഏഞ്ചൽസും വേണം. ബ്ലാക്ക് കാറ്റ്സ് ഉള്ള പലരും അനർത്ഥത്തിൽപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ടോ അവർ സംരക്ഷണമുള്ളവരായിരിക്കും. ഇയ്യോബിനോട് ദൈവം, ഇയ്യോബിൻ്റെ അടുക്കൽ പിശാച് പറയണം, നീ അവനുള്ളതിനെല്ലാം വേലി കെട്ടി സൂക്ഷിക്കുകയല്ലേ. പ്രാർത്ഥന വേലിയുണ്ടാക്കും, യാഗം വേലിയുണ്ടാക്കും. ഇയ്യോബിൻ്റെ യാഗം മക്കൾക്കെല്ലാം വേലിയായി മാറി. അതുകൊണ്ട് ദൈവത്തിന് വേലി കെട്ടാതെ നിവൃത്തിയില്ല. ഇയ്യോബ് നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവഭക്തനാണ്. ദൈവസന്നിധിയിലിരുന്ന് അവൻ ചെയ്ത കാര്യമാണ് അവൻ്റെ വീടിന് ചുറ്റും വേലിയുണ്ടാക്കിയത്. അതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം ചുറ്റും, നമുക്കുള്ളതിനെല്ലാം ചുറ്റും നാം വേലിയുണ്ടാക്കാൻ ഇയ്യോബിനെ പോലെ പരിശ്രമിക്കണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. 16-ാമത്തെ വാക്യം, ഞാൻ ലൗകികനല്ലാത്തത് പോലെ അവരും ലൗകികന്മാരല്ല. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, അവരും ഈ ലോകത്തിൻ്റെതല്ല. അവരെന്നെ പോലെയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ വലിയ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ വള്ളം നിറഞ്ഞു, വല നിറഞ്ഞു, വഹിക്കാൻ കഴിയാത്ത മീനുമായി കരയിൽ വന്നിട്ട് ഇതെല്ലാം കരയ്ക്ക് അടുപ്പിച്ചിട്ട് യേശുവിൻ്റെ പുറകെ പോയി. അവർക്ക് മനസ്സിലായി ഇതിനേക്കാൾ വലുതാണ് യേശു, അത്ഭുതങ്ങളെക്കാൾ വലുതാണ് യേശു. ഞങ്ങൾക്ക് ലഭിച്ച അത്ഭുതങ്ങളിലൂടെ ലഭിച്ച ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ വലുതാണ് യേശു. യേശുവിനെ അനുഗമിച്ചു. സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു സ്വർഗീയനായിരിക്കുന്നത് പോലെ അവരും സ്വർഗീയന്മാരാകാൻ ഏറ്റവും നല്ലതിനെ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ അധികം നല്ലതിനെ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. നാം എപ്പോഴും അധികം നല്ലതിനെ ആഗ്രഹിക്കണം. ഏറ്റവും ബെസ്റ്റ് കർത്താവിനോട് ചോദിക്കണം. എന്ത് കാര്യവും ബെസ്റ്റ്, അധികം നല്ലതിനെ. ഭൂമിയിലുള്ളതിനേക്കാൾ നല്ലതാണ് സ്വർഗത്തിലെങ്കിൽ സ്വർഗത്തിലുള്ളതിനെ ആഗ്രഹിക്കണം. ഭൂമിയിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആഗ്രഹിക്കുക. എന്നാൽ ഭൂമിയിലുള്ളതിനേക്കാൾ ബെസ്റ്റ് സ്വർഗത്തിലുണ്ടെങ്കിലോ അത് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പലർക്കും ഭൂമിയിലുള്ള പലതിനോട് ഒരു താല്പര്യമില്ല. എന്താ? വരുവാനുള്ള നിത്യ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ ഒന്നുമല്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പൗലോസ് പറഞ്ഞില്ലേ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പിനെന്ന് പൗലോസ് നിർബന്ധിക്കുകയാണ്. ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണ കാര്യങ്ങളിൽ തളരാനോ ക്ഷീണിക്കാനോ പിറുപിറുക്കാനോ കഴിയില്ല. ചിന്ത മുഴുവൻ ഉയരത്തിലാണ്. കാരണം ലൗകികന്മാരല്ല. ഈ ലോകക്കാർ ഈ ലോകത്തിൻ്റേത് ചിന്തിക്കും. എന്തു തിന്നും, എന്തു കുടിക്കും, എവിടെ കിടക്കും, എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കും, എങ്ങനെ പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു വിടും. ഒരിക്കൽ 90 വയസ്സുള്ളൊരു അമ്മച്ചി 12 വയസ്സുള്ള കൊച്ചുമോളുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. കൊച്ചുമോൾ ചോദിച്ച, അമ്മച്ചി എന്നാത്തിനാ കരയുന്നേ?
അപ്പോൾ പറഞ്ഞു, മോളെ, മോളുടെ കാലശേഷം എന്നെ ആര് നോക്കും? തള്ള കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുകയാണ്. മോള് 12 വയസ്സേ ഉള്ളു. ഞവള് ചത്തു കഴിഞ്ഞാൽ തള്ളക്കാരുണ്ടെന്ന്. അപ്പോഴേക്കും 150 വയസ്സാവും. വെറുതെ വിചാരപ്പെടുക, നാളെക്കുറിച്ച് മനസ്സ് കലങ്ങുക. ലൗകികന്മാർ ചെയ്യുന്നതൊന്നും നമ്മെ ഏശരുത്. ലൗകികർ ഭയപ്പെടുന്ന കാര്യത്തിൽ നമ്മൾ ഭയപ്പെടരുത്, ഈ ലോകക്കാർ. അപ്പോൾ ദൈവസഭ, ലോകം, ഇസ്രായേൽ, 3ആയിട്ടാണ് ദൈവം മനുഷ്യനെ കാണുന്നത്. ഒന്ന് യഹൂദൻ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി, അങ്ങനെ ദൈവം അവരെ കാണുന്നു. എന്താണ്? അവർ പ്രത്യേകം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അബ്രഹാമിനോട് ദൈവത്തിനൊരു ഉടമ്പടിയുണ്ട്. അതുകൊണ്ട് അവരെ ദൈവം കൈവിടില്ല. അടുത്തത് ലോകം, അതായത് യേശുവിനെ സ്വീകരിക്കാത്ത ഒരു സമൂഹം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒടുവിൽ പറയാനുള്ളത് സഭ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. സഭ, എക്ലീഷ്യ, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഓടിക്കൂടിയവരുടെ കൂട്ടമെന്നാണ് എക്ലീഷ്യ എന്ന പദത്തിൻ്റെ അർത്ഥം. സഭയുടെ മറ്റൊരു മൂലഭാഷാ പദമാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഓടിക്കൂടിയവർ. ഒരു കാഹളം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടണമായിരുന്നു. അങ്ങനെ റോമൻ ബറ്റാലിയൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ അവർ കാഹളം മുഴക്കും. അപ്പോൾ പെട്ടെന്ന് അവർ ഒരുമിച്ച് കൂടും. അതിൽ നിന്നുണ്ടായതാണ് സഭ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഓടിക്കൂടിയ കൂട്ടം. ഒരു ഉദ്ദേശമുണ്ട്. പലർക്കും പല ഉദ്ദേശമല്ല, എല്ലാവർക്കും ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. കാഹളം ധ്വനിക്കും, പോകും. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് യേശുവിൻ്റെ വരവിനായി, യേശു വരവോളം ആ കർത്തൃമേശയെ ആചരിച്ച് കാത്തിരിക്കുന്ന കൂട്ടം. തനിച്ചു പാർക്കുന്ന ജനം, ജാതികളിൽ എണ്ണപ്പെടാത്തവർ, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർക്കുന്ന കൂട്ടം. എന്തെല്ലാം രീതിയിൽ സഭയെ വിശേഷിപ്പിക്കാം. ലൗകികന്മാരല്ല. അപ്പോൾ തന്നെ ഈ ലോകത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങുമ്പോൾ അപ്പൻ, അമ്മ, വീട്ടുകാർ എല്ലാം നിങ്ങൾക്കെതിരാകും. നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടും. എല്ലാവരും നിങ്ങൾക്കെതിരാകും. എന്നാൽ ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങ് ഞാൻ നിങ്ങൾക്ക് നൽകും. അതും ഈ ലൗകിക ജീവിതത്തിൽ ദൈവം തരും. എത്രയോ ദൈവദാസന്മാർക്ക് വിമാനങ്ങളുണ്ട്, എയർപോർട്ടുകളുണ്ട്. 2000-3000 ഏക്കറിൽ വലിയ സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും ചർച്ചിന് വേണ്ടിയുണ്ട്. നൈജീരിയയിൽ ചെന്നപ്പോൾ ഈനോ കടിപോയി എന്ന ദൈവദാസന്റെ ചർച്ചിൽ ഞാൻ പോയി. ഞങ്ങൾ കുറച്ച് ദൈവദാസന്മാർ, 30,000 ഏക്കറാണ് ദൈവം തനിക്ക് കൊടുത്തത്. എന്തുകൊണ്ട് കൊടുത്തു? ഈ ലോകത്തിൽ 100 മടങ്ങ് തരുന്ന ദൈവം, ആത്മാക്കളെ നേടാൻ. അതൊരു വലിയ സിറ്റി തന്നെയാണ്. അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഏകദേശം 85 ലക്ഷത്തിലധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഷെഡ് അവിടെയുണ്ട്. ഷെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ചൈനയിലെ ഒരു കമ്പനി ചെയ്ത ഒരു വലിയ ടെൻ്റാണത്. വലിയൊരു ബിൽഡിങ്ങാണത്. 85 ലക്ഷം പേർക്ക് ഇരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് തികയാഞ്ഞിട്ട് 85 ഓവർഫ്ലോ ആയിട്ട് വീണ്ടും പണിതുകൊണ്ടിരിക്കുകയാണ്. 30,000 ഏക്കറാണ്. ആ 30,000 ഏക്കറിലോട്ട് കയറിയിട്ട് ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന കാറിൽ ഞങ്ങൾ ഒരു 30-40 മിനിറ്റ് സഞ്ചരിച്ചിട്ടാണ് ചർച്ചിൽ കയറിയത്. ഈ കോമ്പൗണ്ടിൽ കൂടി സഞ്ചരിച്ചിട്ട്. അതാണ് 30,000 ഏക്കർ. അതായത് ഈനോ കടിപോയി എന്ന ദൈവദാസൻ 200 പേരുള്ള ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. 3 മക്കളുള്ള അദ്ദേഹം തൻ്റെ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കാൻ സമയമായപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, 4 ബെഡ്റൂമുള്ള ഒരു വീട് എനിക്ക് വേണം. ഉടനെ അദ്ദേഹം ഒരു സ്വരം കേൾക്കുകയാണ്, ഞാൻ നിനക്ക് വീട് തരില്ല. അടുത്ത ദിവസവും പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് വീട് തരില്ല. കർത്താവ്, എനിക്ക് 4 ബെഡ്റൂമുള്ള വീട് തരണം. നമ്മളാണെങ്കിൽ ആയത്തോടെ കൂടി നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, ഞാനിങ്ങനെ കുത്തുവാളയെടുത്ത് നടക്കാനാണെങ്കിൽ ദൈവഹിതമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന നിർത്തും. എന്നാൽ ആഫ്രിക്കക്കാർ പ്രാർത്ഥന നിർത്തില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവെ, തന്നേ മതിയാവും.
നിന്റെ നാമത്തിന് മഹിമ വേണം, എനിക്കൊരു 4 ബെഡ്റൂമുള്ളൊരു വീട് വേണം. 3-ാം ദിവസം ഒരു സ്വരം കേട്ടു, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാൻ വീട് തരില്ല, പകരം ഞാൻ നിനക്ക് ഒരു പട്ടണം തരും. ഒരു വലിയ പട്ടണം, 1, 2, 3 പട്ടണമോ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. ദൈവം 30,000 ഏക്കർ കൊടുത്തു. എന്നിട്ട് അവർ നരകത്തിൽ പോയോ? സ്വന്തം വിമാനമുണ്ട്, എയർപോർട്ടുകളുണ്ട്, എന്താ അവർ നരകത്തിൽ പോയോ? പാപികളായോ? ഫുൾ ടൈം പ്രയറിലാണ്. ഈ ഭൂമിയിൽ നമ്മൾ ലൗകികന്മാരായി ജീവിക്കാനല്ല, ദൈവമക്കളായി ലോകത്തിൽ നിന്ന് വേർപെടുമ്പോഴും നമുക്ക് ഈ ലോകത്തിലെ സൗകര്യങ്ങളൊന്നും ദൈവം മുടക്കുന്നില്ല. കർത്താവിന് വേണ്ടി എപ്പോഴും കഷ്ടപ്പെടാൻ പറ്റും. പൗലോസ് പറയണ അനവധി പ്രാവശ്യം ഉറക്കളിപ്പ്. അതായത് ഈ വിമാനവും സൗകര്യവും ഉള്ളവർക്കൊക്കെ ഉറങ്ങാൻ നേരമില്ല. സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്. അവർക്ക് ലഭിച്ച സമ്പത്തിൽ അവർ മയങ്ങുകയല്ല, അവർ ആ സമ്പത്ത് ഉപയോഗിച്ച് സുവിശേഷത്തിന് വേണ്ടി അഹാരാത്രം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ലൗകികരായി ജീവിക്കാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത്. പുതിയ സൃഷ്ടികളായി യേശുവിനെ പോലെ ജീവിച്ചാൽ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നടക്കും. വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ കാണും. ഒരിക്കലും കാണാത്ത വിടുതലുകൾ നമ്മൾ കാണും. അതായത് ഒരു ലൗകികനായിട്ട് ജീവിച്ചാലോ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് തീരും. എന്നാൽ ഈ ഭൂമിയിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ എൻ്റെ നാമനിമിത്തം ഇറങ്ങിയവർക്കുണ്ട്. അതായത് ലൗകികതയിൽ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നു. സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കരുത്. ദൈവം തരുന്ന എല്ലാ നന്മകളും അനുഭവിക്കാം, എന്നാൽ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, ഉറക്കളിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവിലായിരിക്കണം ഫുൾ ടൈം. നമ്മുടെ വിളിക്കകത്ത് എല്ലാം ഉണ്ട്. വാഹനമുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത ദൈവവിളിയിലുള്ളതാണ്. ആ ദൈവവിളിയുള്ളൊരു വ്യക്തിക്ക് ഇതെല്ലാം ഒരു പാക്കേജാണ്. നമുക്ക് കിട്ടുന്ന വീട്, നമ്മൾ ഓടിക്കുന്ന വണ്ടി, ആ വണ്ടിക്ക് അടിക്കാൻ കിട്ടുന്ന ഇന്ധനം, ഓരോ ദിവസം കഴിക്കുന്ന നല്ല നല്ല ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, എല്ലാം ഈ പാക്കേജിലുള്ളതാണ്. ഒരുവനെ ദൈവം വിളിച്ച് വേർതിരിച്ചാൽ, ലോകത്തിൽ നിന്ന് വേർതിരിച്ചാൽ, അവൻ്റെ മുഴുവൻ കാര്യങ്ങളും കർത്താവ് നോക്കിക്കോളും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നത്, എന്ത് തിന്ന് എന്ത് കുടിക്കും. അതായത് ലൗകികർ. നീ ലൗകികനല്ലെന്ന്. നിന്റെ കാര്യം സ്വർഗസ്ഥനായ പിതാവ് നോക്കും. വയലിലെ താമരയെ നോക്ക്, കാക്കകളെ നോക്ക്. താമരയെ കാണിച്ചിട്ട് പറയും, ശലമം പോലെ ഇത്രയും താമരയോളം ചമഞ്ഞിട്ടില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്ന വയലിലെ പുല്ലിനെ സ്വർഗസ്ഥനായ പിതാവ് ആണിയിച്ചൊരുക്കുന്നെങ്കിൽ നിന്നെ എത്രയധികം ആണിയിച്ചൊരുക്കും. നിന്റെ കുടുംബത്തെ ദൈവം ആണിയിച്ചൊരുക്കും. നീ ലൗകികനായിട്ട് ജീവിക്കരുത്. സഭയിൽ വരുമ്പോൾ സഭക്കാരൻ, വെളിയിൽ പോകുമ്പോൾ വെളിയിലുള്ളവരെ പോലെ ജീവിക്കരുത്. നീ എപ്പോഴും ഒരു ദൈവ പൈതലായി നിന്റെ ജീവിതം തുടരുമെങ്കിൽ നിന്നെ ദൈവം അണിയിച്ചൊരുക്കുമെന്ന് ഞാൻ പലരോടും പരിശുദ്ധാത്മാവിൽ പറയും. വിശ്വസിക്കുക, കർത്താവ് അത് ചെയ്യും. ധൈര്യപ്പെടുക, നിങ്ങളുടെ എല്ലാ അവസ്ഥകളും മാറും. കർത്താവ് കരുണയുള്ളവനും മനസ്സലിവുള്ളവനും. പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ലോകക്കാരനെ പോലെ ജീവിക്കാതെ, ശേഷ മനുഷ്യനെ പോലെ ജീവിക്കാതെ, വിശ്വസ്തനും വിശുദ്ധനും മാതൃകയുള്ളവനുമായി ജീവിച്ച് ഈ ഭൂമിയിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം പ്രാപിപ്പാൻ ഈ മക്കൾക്ക് ധാരാളം കൃപ കൊടുക്കണം. സൗഖ്യവും സമൃദ്ധിയും എല്ലാം ഇവരുടെ പാക്കേജായിട്ട് ഇവർക്ക് അങ്ങ് വെച്ചിരിക്കാൻ സ്തോത്രം. ഒരു പോകുന്നിടത്തെല്ലാം ജയമുണ്ടാകട്ടെ. പോകുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തട്ടെ. പോകുന്നിടത്തെല്ലാം ജയോത്സവം ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒരിടത്ത് പോലും തലകുനിക്കാൻ ഈ മക്കൾക്കിടയാകരുത്. ഞാൻ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. നാളെ വ്യാഴാഴ്ച രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് വരണം. ആ ഉപവാസ പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമാണ്.
വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടുക. നാളെ ഇതേ സമയത്ത് നമുക്ക് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കെടുക്കാം. മറ്റുള്ളവർക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യണേ. നിങ്ങളുടെ കൈത്താങ്ങലും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. ഗോഡ് ബ്ലെസ് യു.